ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 6th സെമ്മിൻ്റെ പൊളിറ്റിക്കൽ സോഷ്യോളജിയിലെ മൊഡ്യൂൾ 1 ആണ് ക്ലാസ് എടുക്കുന്നത്. മൊഡ്യൂൾ 1 കുറച്ചുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പം നോക്കുക, ആദ്യം തന്നെ നമുക്ക് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണെന്ന് നോക്കാം അല്ലേ. രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ സമൂഹങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു പഠന ശാഖയാണെന്ത് പൊളിറ്റിക്കൽ സോഷ്യോളജി. അതുപോലെ രാഷ്ട്രീയ പുരോഗതിയെ നേരിട്ട് ബാധിക്കുന്ന സാമൂഹ്യ പ്രവണതകളും സാമൂഹിക ഘടനയെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രവണതകളും ഒക്കെ ഈ ഒരു പഠനശാഖ എന്ത് ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട് അല്ലേ. പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണ് വിശകലനം ചെയ്യുന്നത്? രാഷ്ട്രീയ പുരോഗതിയെ നേരിട്ട് ബാധിക്കുന്ന സാമൂഹ്യ പ്രവണതകളും അതുപോലെ തന്നെ സാമൂഹ്യ ഘടനയെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രവണതകളും പൊളിറ്റിക്കൽ സോഷ്യോളജി വിശകലനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രങ്ങളും അവയുടെ രാഷ്ട്രീയ പശ്ചാത്തലവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വികസനവും എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജി വിശദീകരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ സാമൂഹിക ശാസ്ത്രം എന്ന അർത്ഥത്തിൽ ആധുനിക സോഷ്യോളജിയിലെ സ്ഥാപകരിൽ ഒരാളാണ് ആര്? മാക്സ് വെബർ. ഈ മാക്സ് വെബറാണ് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ പിതാവാണ് ആര്? മാക്സ് വെബർ അല്ലേ, ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി. അതുപോലെ രണ്ട് ശാസ്ത്രശാഖകളും തമ്മിൽ ഉള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയ വ്യവസ്ഥയുടെ ആന്തരിക പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് പൊളിറ്റിക്സ്. എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെ ബാധിക്കുന്ന സാമൂഹ്യ ശക്തികളെയാണ് എന്ത് പറയുന്നത്, സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ആന്തരിക പ്രവർത്തനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെ ബാധിക്കുന്ന സാമൂഹ്യ ശക്തികളെയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജി വിശദീകരിക്കുന്നത്. പിന്നെ ഈ രണ്ട് ശാസ്ത്രങ്ങളുടെ സംയോജനം സാമൂഹിക ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ വംശം, വിദ്യാഭ്യാസം, സ്ഥാനം തുടങ്ങിയ വശങ്ങൾ രാഷ്ട്രീയ വ്യവസ്ഥയുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി വിശദീകരിക്കുന്നുണ്ട് അല്ലേ. എന്താ പറഞ്ഞത്? ഈ രണ്ട് ശാസ്ത്രങ്ങളുടെ സംയോജനം സാമൂഹിക ഗ്രൂപ്പുകൾ, അതുപോലെ വംശം, വിദ്യാഭ്യാസം, സ്ഥാനം തുടങ്ങിയ വശങ്ങൾ രാഷ്ട്രീയ വ്യവസ്ഥയുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊളിറ്റിക്കൽ സോഷ്യോളജിക്കുള്ള കുറച്ച് ഡെഫിനിഷൻ നോക്കാം. അതിൽ ഒന്നാമത് ആർ ബെൻഡിക്സ് പറയുന്നത് സമൂഹവും രാഷ്ട്രവും തമ്മിലുള്ള സാമൂഹ്യ ഘടകങ്ങളും അതുപോലെ രാഷ്ട്രീയ സ്ഥാപനങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു ശാസ്ത്രമാണെന്ത്, പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നാണ് ആർ ബെൻഡിക്സ് പറയുന്നത്. എന്നാൽ എം ലിപ്സെറ്റ് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ആരംഭിക്കുന്ന സാമൂഹ്യ പ്രക്രിയകൾ സംസ്കാരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശദമാക്കുന്ന ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നാണ് എം ലിപ്സെറ്റ് പറയുന്നത്. എന്നാൽ ഗിവാണി സാർട്ടോറിൻ്റെ അഭിപ്രായത്തിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ഇന്റർ ഡിസിപ്ലിനറി ഹൈബ്രിഡ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഗിവാണി സാർട്ടോറി പറഞ്ഞത്? പൊളിറ്റിക്കൽ സോഷ്യോളജി ഒരു ഇന്റർ ഡിസിപ്ലിനറി ഹൈബ്രിഡ് ആണ് എന്നാണ് പറഞ്ഞത്. അതേപോലെ റോബർട്ട് ഇ ഡൗസ്, അതുപോലെ തന്നെ ജോൺ ഹെ ഹ്യൂജസ് അല്ലേ, അവർ പറഞ്ഞത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്ര വീക്ഷണത്തിലുള്ള രാഷ്ട്രീയ പെരുമാറ്റത്തെ കുറിച്ചിട്ട് ഉള്ള ഒരു പഠനമാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നാണ് ആര് പറയണത്? റോബർട്ട് ഇ ഡൗസും അതുപോലെ തന്നെ ജോൺ ഹെ ഹ്യൂജസും പറയണത്. അടുത്ത ടോപ്പിക്കാണ് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി അല്ലേ. പൊളിറ്റിക്കൽ സോഷ്യോളജീൻ്റെ സ്കോപ്പും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും ആണ് ഇനി നമ്മൾ നോക്കുന്നത്. സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധം വിശകലനം ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത്, പൊളിറ്റിക്കൽ സോഷ്യോളജി അല്ലേ. സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് വിശകലനം ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത്, പൊളിറ്റിക്കൽ സോഷ്യോളജി. അതുപോലെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന സാമൂഹ്യ പ്രക്രിയകളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജി വിശകലനം ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹങ്ങൾ തമ്മിലുള്ള അധികാര വിതരണത്തിൻ്റെ ഘടനകൾ വിശദമാക്കുക എന്നുള്ളതാണ് അല്ലേ. എന്താ പറഞ്ഞത്? സമൂഹങ്ങൾ തമ്മിലുള്ള അധികാര വിതരണത്തിൻ്റെ ഘടനയെ വിശദമാക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ പ്രധാന ലക്ഷ്യം.
പിന്നെ അതുകൂടാതെ എന്തൊക്കെയുണ്ട്, രാഷ്ട്രീയ വ്യവസ്ഥയുടെ ആശയം, അതുപോലെ നിയമനിർമ്മാണം, കോടതികൾ, അങ്ങനത്തെ ഉള്ള ഗവൺമെൻറ് മേഖലകളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠനം നടത്താനും ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാ പറഞ്ഞത്, രാഷ്ട്രീയ വ്യവസ്ഥയുടെ ആശയം, നിയമനിർമ്മാണം, കോടതികൾ പോലുള്ള ഗവൺമെൻറ് മേഖലകളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു പഠനം ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ വ്യത്യസ്ത പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, വിവിധ വീക്ഷണകോണിൽ നിന്ന് രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവയിൽ ഭരണകൂടത്തിന്റെ ഘടന, അതുപോലെ നിയമസാധ്യത, ഉപയോഗം, ഭരണകൂടവുമായും സമൂഹത്തിനുള്ള ഒരു ബന്ധം അല്ലെ, എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥയിൽ രാഷ്ട്രീയ വ്യവസ്ഥക്കുള്ള സ്വാധീനം, അതുപോലെ ദേശീയ രാഷ്ട്രങ്ങളുടെ നിർമ്മാണത്തിൽ നിലനിൽക്കുന്ന സമകാലീന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമകാലിക സാമൂഹിക രാഷ്ട്രം 4 പ്രധാന മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 4 പ്രധാന മേഖലകൾ? ഒന്നാമതായിട്ട് ആധുനിക സംസ്ഥാനങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളുടെ രൂപീകരണം അല്ലെ. ഒന്നെന്താ പറഞ്ഞത്, ആധുനിക സംസ്ഥാനങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളുടെ രൂപീകരണം. രണ്ടാമത്തത് സാമൂഹ്യ ഘടന, അതുപോലെ തന്നെ വംശീയത, ലിംഗഭേദം, വർഗം മുതലായ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട അസമത്വങ്ങൾ. രണ്ടാമത്തത് എന്താണ്, സാമൂഹ്യ ഘടന, വംശീയത, ലിംഗഭേദം, വർഗം മുതലായ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട അസമത്വങ്ങൾ. മൂന്നാമത്തത് സ്ഥാപനങ്ങൾക്ക് പുറത്തുള്ള വിപ്ലവങ്ങൾ, അതുപോലെ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ വ്യക്തിത്വങ്ങൾ എന്നിവ എങ്ങനെ രാഷ്ട്രീയത്തെ ബാധിക്കുന്നു എന്ന് വിശദീകരിക്കുക അല്ലേ. എന്താ പറഞ്ഞത്, സ്ഥാപനങ്ങൾ, അതുപോലെ പുറത്തുള്ള വിപ്ലവങ്ങൾ, പ്രസ്ഥാനങ്ങൾ, വ്യക്തിത്വങ്ങൾ എന്നിവ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ ബാധിക്കുന്നു എന്നത് വിശദീകരിക്കുന്നത്. നാലാമത്തത് കുടുംബം, അതുപോലെ തന്നെ മാധ്യമ ഗ്രൂപ്പുകൾ, ജോലി സ്ഥലങ്ങൾ തുടങ്ങിയ സോഷ്യൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അധികാര ബന്ധങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട് അല്ലേ. നാലാമത് എന്താ പറഞ്ഞത്, കുടുംബം, അതുപോലെ തന്നെ മാധ്യമ ഗ്രൂപ്പുകൾ, ജോലി സ്ഥലങ്ങൾ തുടങ്ങിയ സോഷ്യൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അധികാര ബന്ധങ്ങളെ കുറിച്ചിട്ട് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 എണ്ണാണ് സമകാലിക സാമൂഹിക രാഷ്ട്രം 4 പ്രധാന മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ തന്നെ ആധുനിക പൊളിറ്റിക്കൽ സോഷ്യോളജിന്റെ പ്രധാന വശങ്ങളിൽ ഒന്നാണ് സമൂഹത്തിലെ സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള പഠനം അല്ലേ. സമൂഹത്തിലെ സംസ്കാരങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ആധുനിക പൊളിറ്റിക്കൽ സോഷ്യോളജിന്റെ പ്രധാന വശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംസ്കാരം രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുന്നു അല്ലേ, സംസ്കാരം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയത്തെ ബാധിക്കുന്നതെന്നും അതുപോലെ രാഷ്ട്രീയ പ്രവണതകൾ എങ്ങനെ മനസ്സിലാക്കാം എന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജി വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ സാമൂഹിക ശ്രേണീകരണം, അതുപോലെ തന്നെ ലിംഗഭേദം, വംശം, വർഗം, ജാതി എന്നിങ്ങനെയുള്ള സാമൂഹ്യ തലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനവും അവ രാഷ്ട്രീയത്തെ എങ്ങനെ നിലനിർത്തുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് അല്ലേ. സാമൂഹ്യ ശ്രേണീകരണം, ലിംഗഭേദം, വംശം, വർഗം, ജാതി എന്നിങ്ങനെയുള്ള സാമൂഹ്യ തലങ്ങളെ കുറിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ പഠനവും അവ രാഷ്ട്രീയത്തെ എങ്ങനെ നിലനിർത്തുന്നു എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജി മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അസമത്വങ്ങൾ മനസ്സിലാക്കാനും ഉയർന്ന വർഗത്തിൻ്റെ ജീവിത സാഹചര്യവുമായിട്ട് മധ്യവർഗത്തിൻ്റെ വ്യത്യാസം, അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ, അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾ എന്നിവയൊക്കെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന പഠനം എന്താണ്, അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ സമകാലീന സമൂഹത്തിൽ ഈ ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നുണ്ട് അല്ലേ. സമകാലീന സമൂഹത്തിലൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നതിൻ്റെ വികാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുപോലെ പുതിയ സമീപനങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പുതിയ സമീപനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജി പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ വികസ്വര രാഷ്ട്രങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിലെ ആഗോളവൽക്കരണ ഭരണകൂടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജി വിശദമാക്കുന്നുണ്ട് അല്ലേ. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് പൊളിറ്റിക്സിൻ്റെയും സോഷ്യോളജിയുടെയും അല്ലേ, അത് രണ്ടിൻ്റെയും കൂടി കലർന്നിട്ടുള്ള ഒരു രൂപമായിട്ട് കണക്കാക്കാൻ പറ്റും അല്ലേ. പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് പൊളിറ്റിക്സിൻ്റെയും സോഷ്യോളജിൻ്റെയും ഒരു കൂടിക്കലർന്ന ഒരു രൂപമാണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ സാമൂഹ്യ ഗ്രൂപ്പുകളുടെയും രാഷ്ട്രീയ വ്യവസ്ഥകളുടെയും സ്വാധീനമാണ് പ്രധാന പഠന കേന്ദ്രം അല്ലേ. രാഷ്ട്രീയ വ്യവസ്ഥകളുടെയും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, സാമൂഹ്യ ഗ്രൂപ്പുകളുടെയും സ്വാധീനമാണ് പ്രധാന
പഠന കേന്ദ്രം. അതായത് സമൂഹങ്ങളാൽ രാഷ്ട്രീയം എങ്ങനെ രൂപപ്പെടുന്നു അല്ലേ, സമൂഹം കൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയം രൂപപ്പെടുന്നത് എന്ന് അതേപോലെ തന്നെ പ്രശസ്ത രാഷ്ട്രീയ ചിന്തകന്മാർ ഈ ഒരു ശാസ്ത്രശാഖയിലൂടെ സൈദ്ധാന്തികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട് അല്ലേ. എന്താ പറഞ്ഞത്, സമൂഹങ്ങളാൽ രാഷ്ട്രീയം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് അല്ലേ, സമൂഹം കൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയം രൂപപ്പെടുന്നത് എന്നുള്ളത് പ്രശസ്ത രാഷ്ട്രീയ ചിന്തകന്മാരൊക്കെ ഈ ഒരു ശാസ്ത്രശാഖയിലൂടെ, അതായത് പൊളിറ്റിക്കൽ സോഷ്യോളജിയിലൂടെ സൈദ്ധാന്തികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി അല്ലേ. രാഷ്ട്രീയവും സമൂഹവും തമ്മിലുള്ള ബന്ധമാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതേപോലെ സാമൂഹ്യ അച്ചടക്കത്തെക്കുറിച്ചിട്ട്, ഭരണകൂടവും അതുപോലെ തന്നെ പൗരസമൂഹങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ, സിവിൽ സമൂഹങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്രീയവും സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ്. അതുപോലെ സാമൂഹ്യ അച്ചടക്കത്തെക്കുറിച്ചിട്ടുള്ള ഭരണകൂടവും അതുപോലെ തന്നെ പൗരസമൂഹങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ സിവിൽ സമൂഹങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജി വിശകലനം ചെയ്യുന്നുണ്ട്. അതുപോലെ പൊളിറ്റിക്കൽ സോഷ്യോളജി പ്രധാനമായിട്ടും 4 പഠന വിഭാഗങ്ങളാണ് പഠനം നടത്തുന്നത് അല്ലേ. ഏതൊക്കെയാണത്? ഒന്ന് പൊളിറ്റിക്കൽ സ്ട്രക്ചർ, അതായത് രാഷ്ട്രീയ ഘടനകൾ. പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഘടനകൾ, അതായത് സോഷ്യൽ ക്ലാസ്, കാസ്റ്റ്, എലൈറ്റ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, അതുപോലെ ബ്യൂറോക്രസി അല്ലേ. സോഷ്യൽ ക്ലാസ് പറഞ്ഞാൽ സാമൂഹ്യ വർഗം, കാസ്റ്റ് ജാതി, എലൈറ്റ് പറഞ്ഞാൽ വരേണ്യ വർഗം, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞാൽ താല്പര്യ ഗ്രൂപ്പുകൾ, പിന്നെ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ആൻഡ് ഫങ്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നത്. ഇനി രണ്ടാമത്തതാണ് പൊളിറ്റിക്കൽ ലൈഫ് അല്ലേ, അതായത് രാഷ്ട്രീയ ജീവിതം. അതിൽ ഇലക്ട്രൽ പ്രോസസ്സ്, അതായത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ, അതുപോലെ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ, രാഷ്ട്രീയ ആശയവിനിമയം, അതുപോലെ തന്നെ എന്താ പറയുക, ഒപ്പീനിയൻ ഓഫ് ഫോർമേഷൻ അല്ലേ, അഭിപ്രായ രൂപീകരണം. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ ലൈഫിൽ ഉൾപ്പെടുന്നത്. മൂന്നാമത്തതാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലേ, രാഷ്ട്രീയ നേതൃത്വം. അതിൽ ബേസസ്, അതായത് അടിസ്ഥാനങ്ങൾ, അതുപോലെ ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് പവർ സ്ട്രക്ചർ അല്ലേ, അതായത് തരങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനം, കമ്മ്യൂണിറ്റി അധികാരഘടന. നാലാമത്തതാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലേ, രാഷ്ട്രീയ വികസനം എന്ന് പറയുന്നത്. അതിൽ പെട്ടതാണ് കൺസെപ്റ്റ് ആൻഡ് ഇൻഡിസിസ് ഓഫ് ഇറ്റ്സ് മെഷർമെൻറ്റ്, ഇറ്റ്സ് സോഷ്യൽ ബേസ് ആൻഡ് പ്രീ റിക്വസിസ്റ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു സോഷ്യൽ ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ. അതായത് രാഷ്ട്രീയ വികസനത്തിൽ അതിൻ്റെ ആശയവും സൂചികകളും അളക്കൽ, അതുപോലെ അതിൻ്റെ സാമൂഹ്യ അടിത്തറയും മുൻ വ്യവസ്ഥകളും സാമൂഹ്യ മാറ്റവുമായിട്ടുള്ള അതിൻ്റെ ബന്ധവും ആധുനികവൽക്കരണവും. അതാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പം 4 പഠന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ സ്ട്രക്ചർ, പൊളിറ്റിക്കൽ ലൈഫ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലേ. രാഷ്ട്രീയ ഘടനകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതം, അതുപോലെ രാഷ്ട്രീയ നേതൃത്വം, അതുപോലെ തന്നെ രാഷ്ട്രീയ വികസനം. പിന്നെ അതിൽ പറയണത് ആധുനികവൽക്കരണത്തിലൂടെയുള്ള സാമൂഹിക മാറ്റം രാഷ്ട്രീയ വികസനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കാറുണ്ട് അല്ലേ. ആധുനികവൽക്കരണത്തിലൂടെയുള്ള സമൂഹത്തിലുള്ള മാറ്റം എന്ത് ചെയ്യലുണ്ട്, രാഷ്ട്രത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് കണക്കാക്കാറുള്ളത്. അതുപോലെ പഴയ ഭരണകൂടവും പുതിയ ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് സൈദ്ധാന്തികമായിട്ടുള്ള പഠനമാണ് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജിയിലൂടെ വിശദീകരിക്കുന്നത് അല്ലേ. എന്താണ് പഴയ ഭരണകൂടവും പുതിയ ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടുള്ള സൈദ്ധാന്തികമായിട്ടുള്ള ഒരു പഠനമാണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയിലൂടെ വിശദീകരിക്കുന്നത്. അതുപോലെ പ്രശസ്ത സാമൂഹ്യ ചിന്തകന്മാരായിട്ടുള്ള കാൾ മാക്സും അതുപോലെ തന്നെ മാക്സ് വെബറും ചേർന്നാണ് ഈ ഒരു ശാസ്ത്രത്തിൻ്റെ സൈദ്ധാന്തിക വശങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സോഷ്യോളജിക്ക് സംഭാവന നൽകിയിട്ടുള്ള വ്യക്തികളാണ് കാൾ മാക്സും അതുപോലെ തന്നെ മാക്സ് വെബറും അല്ലേ. പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഫാദറാണ് ഒരു മാക്സ് വെബർ. അതോടുകൂടിയിട്ട് ഒരു അക്കാദമിക് പഠന വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു പഠനശാഖയായിട്ട് രാഷ്ട്രീയ സമൂഹശാസ്ത്രം ഉയർന്നു വന്നത് അല്ലേ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി ഒരു അക്കാദമിക് പഠനശാഖയായിട്ട് ഉയർന്നു വന്നത്.
അതുപോലെ ഈ ശാസ്ത്രത്തിൻ്റെ ആധുനിക വികസനം നിരവധി ശാസ്ത്രങ്ങളുടെ അടിസ്ഥാന വിഷയ മേഖലകളിലൊക്കെ എന്താണ് പ്രത്യക്ഷമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ആശയങ്ങൾ, താല്പര്യങ്ങൾ, സിദ്ധാന്തങ്ങൾ, സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെയൊക്കെ നിലനിൽപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സാധിക്കുന്നുണ്ട് ഇത് ബാധിക്കുന്നുണ്ട് അല്ലേ. രാഷ്ട്രീയ അധികാരത്തിൻ്റെ ആശയങ്ങൾ, താല്പര്യങ്ങൾ, സിദ്ധാന്തങ്ങൾ, സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെയൊക്കെ നിലനിൽപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജി ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സിന്തറ്റിക് ചിന്താരീതിയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ സോഷ്യോളജി സിന്തറ്റിക് രീതിയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സമകാലിക ഭരണകൂടത്തിൻ്റെയും സിവിൽ സൊസൈറ്റിയുടെയും വിശദാംശങ്ങളെക്കുറിച്ചിട്ട് ആഴത്തിലുള്ള ധാരണ ലഭ്യമാകുന്ന പഠന രീതിയാണ് ഈ ഒരു ശാസ്ത്രം അംഗീകരിക്കാനുള്ള കാരണം. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി അംഗീകരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സമകാലിക ഭരണകൂടത്തിൻ്റെയും സിവിൽ സമൂഹത്തിൻ്റെയും വിശദാംശങ്ങളെ കുറിച്ചിട്ട് ആഴത്തിലുള്ള ഒരു ധാരണ ലഭ്യമാക്കുന്ന ഒരു പഠന രീതിയാണ് എന്തിലുള്ളത്, പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ ഉള്ളത്. ഇനി അടുത്ത ടോപ്പിക്കാണ് നാച്ചർ ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി അല്ലേ. അതായത് ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രവർത്തനത്തെ ബാധിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ സമൂഹശാസ്ത്രം താല്പര്യപ്പെടുന്നുണ്ട് അല്ലേ. ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെയും പ്രവർത്തനത്തെ ബാധിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ രാഷ്ട്രീയ സമൂഹശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, താല്പര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ സംഘടനകളുടെ ഉറവിടങ്ങൾ, സാമൂഹ്യ അടിത്തറകൾ, അതുപോലെ സംഘർഷ സംഘടനകൾ, രാഷ്ട്രീയ സംയോജനം എന്നിവയെക്കുറിച്ചിട്ടൊക്കെ വിശദീകരിക്കാൻ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി താല്പര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റും സമൂഹവും തമ്മിലുള്ള ഇടപെടലുകളുടെ പ്രക്രിയ മനസ്സിലാക്കാൻ പൊളിറ്റിക്കൽ സോഷ്യോളജി ശ്രമിക്കുന്നുണ്ട് അല്ലേ. ഗവൺമെൻറ്റും സമൂഹവും തമ്മിലുള്ള ഒരു ഇടപെടലുകളുടെ പ്രക്രിയ മനസ്സിലാക്കാനും പൊളിറ്റിക്കൽ സോഷ്യോളജി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീരുമാനമെടുക്കുന്ന വ്യക്തികളെയും അതുപോലെ തന്നെ സമൂഹശാസ്ത്രങ്ങളെയും താല്പര്യ സംഘടനകളെയും മനസ്സിലാക്കാൻ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ പഠനം എന്താണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, സമൂഹവും രാഷ്ട്രീയവും തമ്മിലുള്ള ഇടപെടലുകൾ, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്ന സൈദ്ധാന്തിക വശങ്ങളൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ശാസ്ത്രത്തിൽ ഉണ്ട് അല്ലേ. സമൂഹവും രാഷ്ട്രീയവും തമ്മിലുള്ള ഇടപെടലുകൾ, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സൈദ്ധാന്തിക വശങ്ങൾ എന്തിലുണ്ട്, ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ ഉണ്ട്. അതുപോലെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് അല്ലേ. രാഷ്ട്രീയ വ്യവസ്ഥയിൽ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനാണ് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുപോലെ സംഘട്ടനത്തിൻ്റെ ഉറവിടങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ സാമൂഹ്യ അടിത്തറ, സംഘർഷ താല്പര്യം, അതുപോലെ രാഷ്ട്രീയ സംഘടന, രാഷ്ട്രീയ സംയോജനം എന്നിവയൊക്കെ വ്യക്തമാക്കുകയും ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി ചെയ്യുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ്റും സമൂഹവും തമ്മിലുള്ള ഇടപെടൽ പ്രക്രിയകൾ മനസ്സിലാക്കാനും ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി സഹായിക്കുന്നുണ്ട്. അതുപോലെ തീരുമാനമെടുക്കുന്ന അധികാരങ്ങളുടെ വൈരുദ്ധ്യാത്മക സാമൂഹ്യ ശക്തികളെയും താല്പര്യങ്ങളെയും മനസ്സിലാക്കാനും ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയവും സമൂഹവും തമ്മിലുള്ള ഇടപെടലുകളെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ബന്ധങ്ങളെ കുറിച്ചിട്ടുമൊക്കെയാണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ പഠനം നടത്തുന്നത്. അതുപോലെ രാഷ്ട്രീയ വ്യവസ്ഥ അതിൻ്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള വിശദീകരണത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യോളജി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ പൊളിറ്റിക്കൽ സോഷ്യോളജി സ്ഥാപനപരമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകൾക്കാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രാഷ്ട്രീയ തത്വശാസ്ത്രവുപരമായിട്ട് അടുത്ത് ബന്ധമുള്ള രാഷ്ട്രീയ വിശകലനത്തിലൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ. രാഷ്ട്രീയ തത്വശാസ്ത്രപരമായിട്ട് അടുത്ത് ബന്ധമുള്ള രാഷ്ട്രീയ വിശകലനത്തിലൊക്കെ ഈ ഒരു ശാസ്ത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ ശാസ്ത്രം സമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് മാത്രമാണ് വിശദീകരിക്കുന്നത് അല്ലേ. സാമൂഹ്യ രാഷ്ട്രീയ ശാസ്ത്രം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് മാത്രമാണ് വിശദീകരിക്കുന്നത്. അതുപോലെ ആധുനിക സമൂഹത്തിലെ രാഷ്ട്രീയ സംവിധാനം ഈ ഒരു ശാസ്ത്രശാഖയുടെ സംഭാവനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലനിൽക്കുന്നത് അല്ലേ. ആധുനിക സമൂഹത്തിലെ രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സംഭാവനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി.
അടുത്ത ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് സൊസൈറ്റി അല്ലേ. അതായത് രാഷ്ട്രീയ വ്യവസ്ഥയും സമൂഹവും തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്ന പദം പലപ്പോഴും ഭരണകൂടവും രാഷ്ട്രീയ പ്രക്രിയയും ഉൾപ്പെടുന്ന ബന്ധങ്ങളുടെ ഒരു ഉപാധിയായിട്ടാണ് പ്രവർത്തിക്കാറ്. അതിൽ സ്വാധീനം ചെലുത്തുന്നതോ അല്ലെങ്കിൽ ആധികാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നതോ ആയിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടാറുണ്ട് അല്ലേ. ഈ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ എന്ത് ഉൾപ്പെടാറുണ്ട്? സാമൂഹിക സ്ഥാപനങ്ങൾ ഉൾപ്പെടാറുണ്ട് അല്ലേ. സാമൂഹിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? കുടുംബം, അതുപോലെ തന്നെ വിവാഹം, അതുപോലെ ബന്ധുത്വം, ജാതി, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ മതം ഒക്കെയാണ് എന്ത് സാമൂഹ്യ സ്ഥാപനങ്ങൾ അല്ലേ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കുടുംബം പോലുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പുകൾ, അതുപോലെ തൊഴിലാളി യൂണിയനുകൾ, ബിസിനസ് സംഘടനകൾ, ഇതൊക്കെയാണ് ഈ ഒരു ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ. അതുപോലെ ഒരു സംസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന ഘടകങ്ങളെല്ലാം രാഷ്ട്രീയ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. എന്താണ്? ഒരു സംസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ എന്താണ്? രാഷ്ട്രീയ വ്യവസ്ഥയുമായിട്ട് ബന്ധമുണ്ടാവും. അതുപോലെ ആഗോളതലത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ സംഘടനാപരവും അതുപോലെ ദേശീയവുമായിട്ടുള്ള ഉപസംവിധാനം രൂപപ്പെടുത്തുന്നത് രാഷ്ട്രീയ സംവിധാനങ്ങളാണ്. അപ്പോൾ രാഷ്ട്രീയ സംവിധാനങ്ങളാണ് ആഗോളതലത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ സംസ്ഥാനപരവും അതുപോലെ തന്നെ ദേശീയപരവുമായിട്ടുള്ള ഉപസംവിധാനമൊക്കെ രൂപപ്പെടുത്തുന്നത്. അതുപോലെ പഴയകാല രാഷ്ട്രീയ സംവിധാനങ്ങൾ, അതുപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് എന്താ പറയുക പഠനം, അതുപോലെ തന്നെ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് പകരം കുടുംബത്തിലും അതുപോലെ തന്നെ ഗോത്രത്തിലും നിലനിൽക്കുന്നതായിരിക്കും അല്ലേ. പഴയകാല രാഷ്ട്രീയ സംവിധാനങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് പകരം എങ്ങനെയായിരിക്കും? കുടുംബത്തിലും അതുപോലെ തന്നെ ഗോത്രത്തിലും ഒക്കെ നിലനിൽക്കുന്നതായിരിക്കും പഴയകാല രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത്. അതുപോലെ രാഷ്ട്രീയ വ്യവസ്ഥക്ക് സാമൂഹ്യ ചിന്തകന്മാർ വ്യത്യസ്ത രീതിയിലുള്ള നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കൊടുത്തിട്ടുള്ള നിർവചനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് മാക്സ് വെബർ കൊടുത്ത നിർവചനം: ഒരു നിശ്ചിത പ്രദേശത്തിനുള്ളിൽ ശാരീരിക ശക്തിയുടെ നിയമാനുസൃതമായിട്ടുള്ള കുത്തക വിജയകരമായിട്ട് അവകാശപ്പെടാൻ കഴിയുന്ന അധികാരമാണ് എന്ത്? രാഷ്ട്രീയ സംവിധാനം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് ആര് പറയുന്നത്? മാക്സ് വെബർ പറയുന്നത്. എന്താ പറഞ്ഞത്? ഒരു നിശ്ചിത പ്രദേശത്തിനുള്ളിൽ ശാരീരിക ശക്തിയുടെ നിയമാനുസൃതമായ കുത്തക വിജയകരമായിട്ട് അവകാശപ്പെടാൻ കഴിയുന്ന അധികാരത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥ എന്നാണ് ആര് പറയുന്നത്? മാക്സ് വെബർ പറയുന്നത്. എന്നാൽ ഡേവിഡ് ഡാസ്റ്റൺ പറയുന്നത് ഒരു കൂട്ടം ഇടപെടലിന് ഒരു സാമൂഹ്യ അധികാരം നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു അല്ലേ. ഇത്തരത്തിലുള്ള സാമൂഹ്യ സമഗ്രതയാണ് എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് ഡേവിഡ് ഡാസ്റ്റൺ പറയുന്നത്. എന്താ പറഞ്ഞത്? ഒരു കൂട്ടം ഇടപെടലിന് ഒരു സാമൂഹ്യ അധികാരം നീക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാമൂഹ്യ സമഗ്രതയാണ് എന്ത്? രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്നാണ് ഡേവിഡ് ഡാസ്റ്റൺ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. ഈ ഒരു മൊഡ്യൂളിലെ അവസാന ഭാഗമാണ്. അപ്പോൾ 5 ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്, അതായത് രാഷ്ട്രീയ വ്യവസ്ഥയുടെ സവിശേഷതകളായിട്ട്. അപ്പോൾ ഒന്ന്, യൂണിവേഴ്സാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം, അതായത് രാഷ്ട്രീയ സംവിധാനങ്ങളുടെ സാർവത്രികത. രണ്ടാമത്തത് യൂണിവേഴ്സാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ, അതായത് രാഷ്ട്രീയ ഘടനയുടെ സാർവത്രികത. മൂന്നാമത്തത് യൂണിവേഴ്സാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ്, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ സാർവത്രികത. നാലാമത്തത് മൾട്ടി ഫങ്ഷനാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ, അതായത് രാഷ്ട്രീയ ഘടനയുടെ ഒന്നിലധികം പ്രവർത്തനക്ഷമത. അഞ്ചാമത്തത് കൾച്ചറലി മിക്സ്ഡ് ക്യാരക്ടർ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലേ, രാഷ്ട്രീയ വ്യവസ്ഥയുടെ സാംസ്കാരിക സമ്മിശ്ര സ്വഭാവം. ഇങ്ങനെ 5 സവിശേഷതകളാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഉള്ളത്. അപ്പോൾ ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം യൂണിവേഴ്സാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലേ, അതായത് രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? സാർവത്രികമായിട്ടുള്ളതാണ് അല്ലേ, ഒരിടത്ത് മാത്രം കാണുന്നതല്ല, എല്ലായിടത്തും കാണുന്നത് കൊണ്ടാണ് എന്താണ് സാർവത്രികത എന്ന് പറയുന്നത്. അതുപോലെ വികസിതവും അവികസിതവും പ്രാകൃതവും ആധുനികവുമായിട്ടുള്ള എല്ലാ സമൂഹങ്ങളിലും എന്തുണ്ട്? രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ക്രമം ഈ ഒരു സമ്പ്രദായത്തിൽ നിലനിൽക്കുന്നുണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് യൂണിവേഴ്സാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ അല്ലേ, അതായത് രാഷ്ട്രീയ ഘടന വ്യത്യസ്ത സമൂഹങ്ങളിൽ ചില വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് നിലനിൽക്കുന്നത് അല്ലേ. രാഷ്ട്രീയ ഘടന എങ്ങനെയാണ്? പല വ്യത്യസ്തമായിട്ടുള്ള സമൂഹങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള
വ്യത്യസ്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. അതുപോലെ ഓരോ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വ്യത്യസ്ത സാമൂഹ്യ ഘടനകൾ എന്തുണ്ട്, നിലനിൽക്കുന്നുണ്ട് അല്ലേ. ഓരോ രാഷ്ട്രീയ സംവിധാനത്തിലും എന്താണ്, പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ ഘടനകൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്താണ് യൂണിവേഴ്സാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് അല്ലേ. അതായത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സമൂഹങ്ങൾക്കനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലേ. രാഷ്ട്രീയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു സമൂഹങ്ങൾക്കനുസരിച്ചിട്ട് അതെന്താവും, വ്യത്യാസമായിട്ടായിരിക്കും ഉണ്ടാവുക. ഓരോ സമൂഹത്തിലെയും രാഷ്ട്രീയ നിയമങ്ങളിലും നിയന്ത്രണങ്ങളിലും ഒക്കെ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഒരിടത്ത് കാണുന്ന അതേ രീതിയിലുള്ള രാഷ്ട്രീയ സംവിധാനമായിരിക്കുമോ മറ്റൊരു തരത്തിൽ അവിടെ ഉണ്ടാവുക, അവിടുത്തെ നിയമങ്ങൾക്കൊക്കെ എന്തുണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും. നാലാമത്തത് നോക്കുക, മൾട്ടി ഫങ്ഷണാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ അല്ലേ. അതായത് രാഷ്ട്രീയ ഘടനയുടെ ലക്ഷ്യം എന്താണ്, ഒന്നായിരിക്കും, പക്ഷെ പ്രവർത്തനങ്ങൾ എന്താണ്, വ്യത്യാസമായിട്ടാണ് നിലനിൽക്കുക. ഓരോ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും അവയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വ്യത്യസ്ത സാമൂഹ്യ ഘടകങ്ങളെ എന്ത് ചെയ്യേണ്ടി വരും, ആശ്രയിക്കേണ്ടി വരും അല്ലേ. അതായത് ഓരോ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും അവയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ ഘടകങ്ങളെ ആയിരിക്കും ആശ്രയിക്കേണ്ടി വരിക. അതേപോലെ അഞ്ചാമത് പറയുന്നത് എന്താണ്, കൾച്ചറലി മിക്സ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലേ. അതായത് രാഷ്ട്രീയ സംവിധാനങ്ങൾ സംസ്കാരത്തെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെയാണ്, സംസ്കാരത്തെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. അത് ഔപചാരികമോ അല്ലെങ്കിൽ അനൗപചാരികമോ ആയിട്ടുള്ള രാഷ്ട്രീയ ഘടന, അതുപോലെ പാരമ്പര്യത്തിനും അതുപോലെ തന്നെ ആധുനികതയ്ക്കും അതുപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ. ഇതിനൊക്കെ ഈ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് സംസ്കാരത്തെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ ഔപചാരികമോ അനൗപചാരികമോ ആയിട്ടുള്ള രാഷ്ട്രീയ ഘടന പാരമ്പര്യത്തിനും അതുപോലെ തന്നെ ആധുനികതയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയ സംവിധാനം എല്ലാ സമൂഹങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അല്ലേ. എല്ലായിടത്തും എന്തുണ്ട്, രാഷ്ട്രീയ സംവിധാനം ഉണ്ട്. അതുപോലെ പുരാതന സമൂഹങ്ങൾ പാരമ്പര്യ വ്യവസ്ഥക്ക് പ്രാധാന്യം നൽകുമ്പോൾ ആധുനിക സമൂഹം എന്താണ്, ജനാധിപത്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അല്ലേ. പുരാതന സമൂഹങ്ങൾ പാരമ്പര്യ വ്യവസ്ഥകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എന്നാൽ ആധുനിക സമൂഹം എടുത്ത് നോക്കുകയാണെങ്കിലോ അവിടെ ജനാധിപത്യത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഇതോട് കൂടിയിട്ട് പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു വിഷയമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ടോ ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.